2023 നടന്ന ആനുവൽ എക്സാം ചോദ്യങ്ങളാണ് ഡേ 2 എല്ലാ ചോദ്യങ്ങളും. അടുത്ത ചോദ്യം നോക്കാം. EVS നിന്നാണ് സയൻസ് ടോപ്പിക്. വാഹനങ്ങൾ പലതരം എന്ന ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുമോൾക്ക് സമ്മാനമായി കിട്ടിയ പുസ്തകത്തിലെ ഒരു പേജ് നോക്കുക. യാത്രാ വാഹനങ്ങൾക്ക് നിറം നൽകും. അപ്പൊ ആദ്യം നൽകിയിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് കളറിംഗ് ആണ്. പ്രത്യേകിച്ച് അതിന് സ്കോർ ഇല്ല, ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളത് മാത്രം. കാറ്, വിമാനം, ട്രെയിൻ, ഫയർ എഞ്ചിൻ, ഇങ്ങനെ 13ഓളം ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതില് കുട്ടിയോട് ചോദിക്കുക, ഇതിൽ ഏതൊക്കെയാണ് യാത്രാ വാഹനങ്ങൾ. പൊതുവെ കുട്ടികൾ ഈ സെന്റൻസ് വായിക്കാറില്ല. നിങ്ങളെ കുട്ടിയെ സംബന്ധിച്ച് തീർച്ചയായും അവനെ ചോദ്യം വായിച്ച് മനസ്സിലാക്കാൻ പറയണം, ഇല്ലെങ്കിൽ അങ്ങ് ശീലിപ്പിക്കണം. യാത്രാവാഹനങ്ങൾക്ക് നിറം നൽകൂ. കാരണം കുട്ടി ഒരുവിധം എല്ലാത്തിനും നിറം നൽകും. അവൻ്റെ കൂടെ ചോദിക്കുന്നു, ഇത് ഒരു കുട്ടി ഇത് നിറം നൽകിയെന്ന് കരുതുക. ആ കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ്, ഇത് യാത്രാവാഹനമാണോ? യാത്രാവാഹനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചരക്ക് കൊണ്ടുപോകാനുള്ളതല്ല, ആൾക്കാരെ കൊണ്ടുപോകാനുള്ളതാണ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. യാത്രാവാഹനം കുട്ടി അങ്ങനെ ചിന്തിക്കണം. അതിനുവേണ്ടിയാണ് ഈ പറയുന്നത്. അപ്പോ പിക്കപ്പ് സാധനങ്ങൾ കൊണ്ടുപോകാനാണ്. ആംബുലൻസ് യാത്രക്കാരെ കൊണ്ടുപോകാനാണ്. പക്ഷെ അതല്ല, യാത്രക്കാരെ അല്ല, രോഗികളെ കൊണ്ടുപോകാനുള്ളതാണ്. ഫയർ എഞ്ചിൻ അപകടം ഉണ്ടായ സ്ഥലത്തേക്ക് രക്ഷിക്കാനായിട്ട് പോകുന്നതാണ്. അപ്പൊ ഇത്തരം വാഹനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അവൻ നിറം നൽകി. എല്ലാം ഐഡന്റിഫൈ ചെയ്തു. ഇപ്പൊ കാളവണ്ടിയിൽ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. അപ്പൊ അത് ഈ സാധനം കൊണ്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചോളായിരുന്നു. അങ്ങനെയല്ല, ആ ഒരു രീതിയിൽ കുട്ടി ചിന്തിക്കണം. ചിന്തിക്കാൻ വേണ്ടിയാണ് ചോദ്യം വായിച്ച് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് ഈ ട്രയാങ്കിൾ നൽകിയിരിക്കുന്ന ചിത്രങ്ങളെല്ലാം ആൻസർ ആയിട്ട് ഉൾപ്പെടുത്താൻ കഴിയാത്തത് ഫയർ എഞ്ചിൻ, ആംബുലൻസ്, പിക്കപ്പ്, വീൽ ബാരോ എന്നിവയാണ്. അപ്പോൾ വാഹനങ്ങൾ പലതരമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട അഡീഷണൽ പ്രവർത്തനം നമുക്ക് വീട്ടിൽ നൽകാവുന്നത് എന്ത് നൽകാം? നമുക്ക് ഇതിനെ ഇംഗ്ലീഷിൽ എഴുതിപ്പിക്കാം. ആദ്യമേ ഈ വാഹനങ്ങളുടെ പേരുകളെല്ലാം എഴുതുക. അപ്പൊ അതൊരു ആക്ടിവിറ്റി ആകും. ഈ ചിത്രം കാണിച്ചിട്ട് ഇതിലുള്ള പേരുകൾ ക്രമത്തിൽ താഴെ എഴുതാൻ ആവശ്യപ്പെടുക. കുട്ടി ഇങ്ങനെ എഴുതും. ഇതില് ഏറ്റവും അവസാനത്തെ വീൽ ബാരോ എന്ന് പറയുന്നത് ഒറ്റച്ചക്ര കൈവണ്ടി എന്ന് കൊടുത്തേക്കുന്നു. വീൽ ബാരോ എന്ന് തന്നെ പറഞ്ഞ് പഠിപ്പിച്ചാൽ മതിയാകും. അപ്പോ ഈ നൽകിയിരിക്കുന്ന 13 വാഹനങ്ങളുടെയും പേര് ഇംഗ്ലീഷിൽ എഴുതാൻ പറയുക. എഴുതാൻ അറിയില്ല എങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് പറയുക. അതിനോടൊപ്പം എഴുതുക. ഇപ്പൊ തോണിയൊക്കെ ആദ്യമായിട്ട് ഒരുപക്ഷെ കേൾക്കുന്നതായിരിക്കും. കുട്ടി തോണിക്ക് പകരം ബോട്ട് എന്ന് എഴുതിക്കോട്ടെ, കുഴപ്പമില്ല. ഷിപ്പ് എന്ന് എഴുതും, കുഴപ്പമില്ല. പക്ഷെ ഒറിജിനൽ വേർഡ് കനോയി ആണ്. നമുക്ക് 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ഒന്നും പഠിക്കാനില്ല. എന്നിരുന്നാലും ഒരു വൊക്കാബുലറി വർദ്ധിക്കാൻ സഹായിക്കും. ആലോചിച്ചേക്കുക. പിന്നെ രക്ഷിതാക്കളുടെ അറിവിലേക്കായിട്ട് 2ാം വയസ്സ് മുതൽ 12ാം വയസ്സ് വരെയാണ് കുട്ടിയിൽ മസ്തിഷ്ക വളർച്ച. അതും എന്തുമായിട്ട് ബന്ധപ്പെട്ടത്? ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടത് വളരുന്നത്. 2 മുതൽ 12 വയസ്സ് വരെ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പം കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അവന് നൽകുന്ന ഓരോ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അവന്റെ മസ്തിഷ്കത്തെ പ്രയോജനപ്പെടുത്തും, അല്ലെങ്കിൽ മെച്ചപ്പെടുത്തും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. കൂടുതൽ വാക്കുകൾ പഠിപ്പിക്കുക, വൊക്കാബുലറി പരിചയപ്പെടട്ടെ. അവർക്കത് ഭാവിയിൽ പ്രയോജനപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുക. ഓക്കെ, തോണി കനോയി. പിക്കപ്പ്, ആംബുലൻസ്, കാളവണ്ടി. ഇപ്പൊ കാളവണ്ടിക്ക് ബുള്ളോക്ക് കാർട്ട് പറഞ്ഞു. അപ്പൊ ഹോഴ്സ് കാർട്ട് പറഞ്ഞുകൂടെ? കുതിരവണ്ടിക്ക് അതേപോലെ പറഞ്ഞുകൂടെ? അങ്ങനെയുള്ള ബന്ധങ്ങളും എന്ത് ചെയ്യുക? രൂപപ്പെടുത്തുക. വൊക്കാബുലറി തമ്മിലുള്ള ബന്ധങ്ങൾ രൂപപ്പെടുത്തുക. എന്നിട്ട് ഇനി ഈ കൊടുത്തിരിക്കുന്നതിന് നമുക്ക് ആക്ടിവിറ്റി 2 ആയിട്ട് ഉൾപ്പെടുത്താം. ഇംഗ്ലീഷ് എഴുതാൻ പറഞ്ഞു. ആദ്യമേ ചിത്രം എഴുതാൻ പറഞ്ഞു. രണ്ടാമത്തത് അതിന്റെ ഇംഗ്ലീഷ് എഴുതാൻ പറഞ്ഞു. മൂന്നാമത്തത് നിങ്ങൾക്ക് ഇതിനെ എന്ത് ചെയ്യാം? ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ജംഗിൾ ഫൈറ്റിൽ നമ്മൾ പഠിച്ചതാണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വർക്ക് ഇവിടെ നൽകാൻ സാധിക്കും. അവരോട് ആവശ്യപ്പെടുക എന്ത് ചെയ്യാൻ? ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതാൻ ആവശ്യപ്പെടുക. ഇനി ഇതില് 4ാമത്തെ വർക്കായിട്ട് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം ഏതാണ്? എന്തുകൊണ്ട്? കുട്ടിയോട് കാരണം ചോദിക്കുകയോ പറയുകയോ എഴുതുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് അതിന്റെ ചിത്രം വരയ്ക്കാൻ പറ്റുമെങ്കിൽ ചിത്രം വരയ്ക്കുന്ന കുട്ടികൾക്ക് ആ ചിത്രം ഉൾപ്പെടുത്താൻ സഹായിക്കാം. അവന്റെ നിറം കൊടുക്കാൻ സഹായിക്കും. ഇതൊക്കെ വേനലവധിക്കും, പഠിത്തത്തിന്റെ ഭാഗമായിട്ട് മാത്രമല്ല, വേനലവധിക്കും കുട്ടികളെ വീട്ടിൽ ചെറിയ ആക്ടിവിറ്റികളുമായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ ആശയങ്ങൾ നിങ്ങൾ ആലോചിച്ച് വെച്ചേക്കുക. നിങ്ങളെ ഫോണിലോട്ടൊന്ന് ടൈപ്പ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ഉണ്ട്, നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ചെറിയ ഐഡിയ മനസ്സിൽ വെച്ചേക്കുക. അപ്പം കുട്ടികൾക്കത് എന്ത് ചെയ്യും?
ചെറിയ ചെറിയ വർക്കുകളായതുകൊണ്ട് അവർക്കത് തീർച്ചയായും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യം പരീക്ഷയുടെ ചോദ്യം. തിരിച്ച് നമ്മൾ പരീക്ഷ ടോപ്പിക്കിലോട്ട് വരുന്നു. ഫയർ എഞ്ചിന്റെ നിറം എന്താണ്? അപ്പൊ ഫയർ എഞ്ചിൻ, ഫയർ ട്രക്ക്, ഫയർഫോഴ്സ് കണ്ടിട്ടില്ലാത്ത ഒരു കുട്ടി എന്ത് ചെയ്യും? സംശയത്തിൽ വരും. പക്ഷെ കണ്ടിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ടി വി കണ്ടിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കാണാത്തവർക്ക് ഒന്ന് ഒരു ചിത്രം എടുത്ത് കാണിച്ചു കൊടുക്കുക. ഇതാണ് ഫയർഫോഴ്സ് അല്ലെങ്കിൽ ഫയർ എഞ്ചിൻ നമ്മൾ പറയുന്ന ഫയർ ട്രക്ക് എന്ന് പറയുന്നത്. മണ്ടലൊരു ഏണി ഉണ്ടായിരിക്കും, അവിടെ ഒരു ലൈറ്റ് ഉണ്ടായിരിക്കും, അതിന്റെ സൈറൺ ഉണ്ടായിരിക്കും. ഇനി വേണമെങ്കിൽ അത് ചോദിക്കാം, സൈറൺ വെച്ച് പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെ കണ്ടിട്ടുണ്ട്? മന്ത്രിമാരുടെ വാഹനങ്ങൾ കണ്ടിട്ടുണ്ട്, പോലീസ് ജീപ്പുകൾ കണ്ടിട്ടുണ്ട്. മന്ത്രിമാർക്ക് എനിക്ക് തോന്നുന്നു ഇല്ല. പോലീസ് ജീപ്പിനുണ്ട്, ആംബുലൻസിനുണ്ട്, അതേപോലെ ഫയർ ട്രക്കിനുണ്ട്. ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. സൈറന്റെ കാര്യം വേണമെങ്കിൽ ചോദിക്കാം. കാരണം എന്താ, കുട്ടികൾ വളർന്നുകൊണ്ടേയിരിക്കുക. അവർക്ക് ക്ലാസിഫിക്കേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകളും എല്ലാം കൂടുതൽ കാര്യങ്ങൾ, ലോകവിവരങ്ങൾ പരിചയപ്പെടുത്തുന്നത് നല്ലതാണ്. അടുത്ത ചോദ്യം, രോഗികളെയും അപകടത്തിൽപ്പെട്ടവരെയും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങളോട് കൂടിയ വാഹനം ഏതാണ്? രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേക സൗകര്യമുള്ള വാഹനങ്ങൾ എന്ന് പറയുന്നത് ആംബുലൻസ് ആണ്. ആംബുലൻസ് എന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ ഒരുപാട് കുട്ടികൾ തെറ്റിക്കുന്ന ഒരു സംഭവമുണ്ട്. ആംബു, ഇമ്പ എഴുതി കളയുന്നുണ്ട്. എഴുതി 0. ആംബുലൻസ് ബായാണ്. ആംബുലൻസ് എന്നുള്ളത് അക്ഷരത്തെറ്റ് നമുക്ക് തിരുത്താവുന്നതാണ്. ഓക്കെ, പിന്നെ മറ്റൊരു ചോദ്യം, ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ. അപ്പൊ ഈ ഇന്ധനം, ഇതും വായിക്കാനുണ്ട്. പക്ഷെ ഈ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ പരിചയപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അത് വർക്കായിട്ട് കൊടുക്കാവുന്നതാണ്. ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ, അത് വായിക്കാൻ സഹായിക്കും. എന്താണ് ഇന്ധനം എന്ന് പറയുന്ന കൺസെപ്റ്റ് കുട്ടിക്ക് ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ പെട്രോൾ എന്ന് പറയും. പെട്രോൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതേപോലത്തെ സാധനങ്ങൾ, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, അതേപോലെ ഏവിയേഷൻ ഫ്യൂവല്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. വാഹനങ്ങൾ ഓടാൻ വേണ്ടി ഇത് ഒഴിച്ചാലേ എന്ത് ചെയ്യൂ? വാഹനം ഓടൂ. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ എന്ത് ഫ്യൂവലാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു നോക്ക്. മനുഷ്യന്മാർ നമുക്ക് ജോലി ചെയ്യണമല്ലോ. ആഹാരത്തിന്റെ കാര്യം പറയാം. അപ്പൊ നല്ലപോലെ ആഹാരം കഴിക്കണം. ആഹാരം കഴിച്ചാൽ നമുക്ക് ഊർജ്ജം കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീടുകളിൽ അമ്മമാരും അച്ഛന്മാരും വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇതൊരു ചെറിയ അറിവ് പോലെ അവരുടെ മനസ്സിൽ കിടക്കും. നഖം വെട്ടുന്നതും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതും എല്ലാം ഏതിൽ തന്നെ വരും? ഈ പഠിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷയുടെ ഭാഗമായിട്ട് തന്നെ വരും. കേവലം മാർക്ക് കിട്ടാൻ വേണ്ടിയല്ല, കുട്ടി വളരുകയാണ്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമില്ലാത്ത വാഹനങ്ങൾ പറയുമ്പോഴത്തേക്കും തോണി പറയാം, സൈക്കിൾ പറയാം, ഒരുപാട് വാഹനങ്ങൾ പറയാം. എനിക്ക് ആലോചിച്ചിട്ട് പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. ചങ്ങാടം പറയാം. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 5 എഴുതാൻ കിട്ടുമോ നോക്കാം. ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ, കാളവണ്ടി, കുതിരവണ്ടി, അതൊക്കെ വരും. സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ. നേരത്തെ ചോദിച്ചത് ആൾക്കാരെ, യാത്രികരെ കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് ചോദിച്ചത്. ഇവിടെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ചോദിച്ചു. ടിപ്പർ, ലോറി, ലോറിയൊക്കെ ഒരുമിച്ച് തന്നെ എഴുതാൻ. ലോറി, പിക്കപ്പ്, ചരക്ക് ട്രെയിൻ. ഇനി വിമാനം എഴുതി, കാർഗോ, പ്ലെയിൻസ് ഉണ്ട്. അതുകൊണ്ട് വിമാനം എഴുതിയാലും തെറ്റൊന്നുമല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിച്ച് എഴുതിപ്പിക്കുക.